എത്തനിക് റെഡി. അപ്പൊ ഈ ഒരു കുർത്തിയായിട്ട് ഇടുന്നത്. ബൈ ദ വേ ഈ ഒരു കുർത്തി എത്തനിക്കിൽ പെടോ. ഓക്കെ, അപ്പൊ ഇതില്ല എനിക്ക് ബൈസപ്പ് ഒക്കെ ട്രെയിൻ ചെയ്യണത് കൊണ്ട് സ്ലീവ്സ് കയറുന്നുണ്ടായിരുന്നില്ല, വള്ളി കെട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ സ്കിൻ കെയർ കണ്ടിന്യൂ ചെയ്യണം. ഓൾറെഡി കുറേയൊക്കെ സ്കിൻ കെയർ മോയ്സ്ചറൈസർ പറയേണ്ട കഴിഞ്ഞു കൂട്ടാ. അപ്പൊ സൺസ്ക്രീൻ വെച്ച് ഇവിടെ തുടങ്ങി, പിപ്പിൾ പാച്ച് എടുത്ത് മാറ്റി, ആൻഡ് സ്ലീവ്സ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ തന്നെ വള്ളി കെട്ടി പോരാടി. എത്തനിക് അല്ല ഇടുന്നത്. അപ്പൊ കുറച്ച് മേക്കപ്പ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ വളരെ ലൈറ്റ് ആയിട്ട് ഇച്ചിരി കൺസിലർ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അണ്ടർ ഐസിൽ. ആൻഡ് എൻ്റെ കൈ കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. സ്ലീവ്സ് അത്രയ്ക്ക് ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് ഞാൻ ഇവിടെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്ത് ഞാൻ ഫ്രീ കിട്ടിയ ഒരു ബ്ലഷ്, വെറുതെ അല്ല ഫ്രീ കിട്ടിയത്, ഒട്ടും പിഗ്മെന്റ് ഇല്ല. കുത്തി പറിച്ച് എൻ്റെ ഉള്ള ബ്രഷ് നശിപ്പിച്ച് ഞാൻ എൻ്റെ ഐഷാഡോ ബ്രഷും എനിക്ക് ഇതുപോലെ തന്നെ കുത്തി പറിച്ചെടുത്ത് അപ്ലൈ ചെയ്യേണ്ടി വന്നു. കുറച്ച് ലിപ് ബാം വേഗം തന്നെ അപ്ലൈ ചെയ്തു. ബിക്കോസ് ലിപ്സ് ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുമ്പോൾ പ്രശ്നം വരും. അപ്പോൾ ഐലൈനർ ഒക്കെ അപ്ലൈ ചെയ്തു, ഐബ്രോസ് ഒക്കെ സെറ്റ് ചെയ്തു. ഇവിടെ മസ്കാരയൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ അടിപൊളി ഷെയ്ഡ് അപ്ലൈ ചെയ്യാണ്. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ഷെയ്ഡ്. എന്നിട്ട് പൊട്ട് കുത്തി ഇവിടെ അത്യാവശ്യം സെറ്റിംഗ് സ്പ്രേ പൂശി, പെർഫ്യൂം പൂശി. നൗ ഇറ്റ്സ് ടൈം ഫോർ ഹെയർ. ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് ഓഫ് മൈ ലൈഫ്. ഇതിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ, വളർത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ഹെയർ സ്റ്റൈൽ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ ഇയറിംഗ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. നോക്കിയപ്പോഴത്തേക്കും ഞാൻ ഒടുക്കത്തെ ലേറ്റ് ആയിട്ടുണ്ട് ആസ് യൂഷ്വൽ. ആൻഡ് ഗെസ് വാട്ട്, എൻ്റെ അപ്പുറത്തെ ചെവിയിലെ ഓട്ടം അടഞ്ഞു തുടങ്ങിയിട്ട്. കാരണം കുറേ ദിവസമായി ഞാൻ ഇയറിംഗ്സ് ഒക്കെ ഇട്ടത്. ആൻഡ് താങ്ക്ഫുള്ളി ഞാൻ ഇട്ടു. ക്യാമറയിലോട്ട് നോക്കിയപ്പോഴേക്കും തോന്നി മുടി അഴിച്ചിട്ടപ്പോൾ കുറച്ച് ലുക്ക് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് എൻഡ്സിലേക്ക് ഹോബ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഞാൻ മുടി ഇവിടെ അഴിച്ചിടാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അപ്പോൾ റിങ്സ് ഒക്കെ ഇട്ട് ആൻഡ് ഈ ഒരു പേഴ്സായിട്ട് ഞാൻ ക്യാരി ചെയ്യണം. ബൈ ദ വേ ഈ ഫുൾ വ്ളോഗ് ഞാൻ വ്ളോഗ് ചാനലിൽ ലൈവ് ആക്കിയിട്ടുണ്ട്, പോയോടി കാണു. ആൻഡ് ഈ ഒരു സാൻഡൽസ് ഇട്ടപ്പോൾ ശരി ബൈ, പോയിട്ട് വരാം. ഓക്കെ, ബൈ ദ വേ കാണിച്ചിട്ട് എല്ലാ പ്രൊഡക്റ്റ്സും ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. जहाँ राधा